Hello everyone. This video is about Reflections on Gandhi, an essay written by George Orwell, which is written as a response to the autobiography of Gandhiji, the story of my experiments with truth. ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് വായിച്ചതിന് ശേഷം ജോർജ് ഓർവെലിൻ്റെ മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കടന്നുപോയി, ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഈ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്ന രീതിയിലാണ് ഈ എസ്സേ എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ എസ്സേയിൽ പറഞ്ഞിരിക്കുന്നതെന്ന്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജോർജ് ഓർവെൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഏത് ടൈപ്പ് സെയിൻ്റ് ആണെങ്കിലും ഇന്നസെൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് വരെ നിങ്ങൾ എപ്പോഴും ഗിൽറ്റി ആയിട്ടേ ബാക്കിയുള്ളവർ കൺസിഡർ ചെയ്യത്തുള്ളൂ. അങ്ങനെ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളെ ഏത് തരത്തിലാണ്, ഏത് സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് ജഡ്ജ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചിരിക്കും. നിങ്ങൾ ഏത് ഹൈറ്റ് വരെയാണ് റീച്ച് ചെയ്തത്, ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്കുള്ള ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്. അത് പ്യോർലി ഇൻഡിവിജ്വലിനെ അനുസരിച്ചിരിക്കും. പക്ഷേ നിങ്ങൾ ഇന്നസെൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് വരെ നിങ്ങൾ ഇന്നസെൻ്റ് ആയിട്ട് മറ്റാരും കണക്കാക്കാൻ പോകുന്നില്ല. ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫി വായിച്ചതിന് ശേഷം ജോർജ് ഓർവെലിൻ്റെ മനസ്സിലെ രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഹംബിൾ നേക്കഡ് ഓൾഡ് മാൻ എന്നുള്ള തരത്തിലാണെങ്കിൽ കൂടി ഗാന്ധിജിക്ക് മറ്റുള്ള പല പല രാജ്യങ്ങളിലും വളരെയധികം ഇൻഫ്ലുവൻസ് ചെലുത്താനായിട്ട് സാധിച്ചു. ഇത്തരത്തിൽ സ്പിരിച്വൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെങ്കിലും ഗാന്ധിജിയുടെ ഉള്ളിൽ ഒരു സെൻസ് ഓഫ് പ്രൈഡ് ഉണ്ടായിട്ടുണ്ടോ? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഗാന്ധിജി വളരെയധികം തൻ്റെ ആശയങ്ങളെ മുറുകെ പിടിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ആസ് വെൽ ആസ് എത്തിക്കൽ പ്രിൻസിപ്പിൾസുമായിട്ട് യോജിച്ചു പോകാത്തൊരു കാര്യമാണ് എൻഗേജിങ് ഇൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ പല പ്രിൻസിപ്പിൾസും അദ്ദേഹത്തിന് വിടേണ്ടി വരും. എത്രത്തോളമാണ് അദ്ദേഹം തൻ്റെ പ്രിൻസിപ്പിൾസിൽ ഒരു കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നത്, എത്രത്തോളം കാര്യങ്ങളാണ് അദ്ദേഹം മാറ്റിവെക്കേണ്ടി വന്നത്, ഈ കാര്യങ്ങളെ പറ്റിയിട്ടും ഒരു ഡൗട്ട് നമ്മളുടെ ജോർജ് ഓർവെലിൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ഇതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഈ എസ്സേക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ദിസ് ഓട്ടോബയോഗ്രഫി ഓഫ് മഹാത്മാ ഗാന്ധി ഗിവ്സ് us a clear idea about his life. എസ്പെഷ്യലി അദ്ദേഹം അൺറീജനറേറ്റ് പാർട്ട് ഓഫ് ഹിസ് ലൈഫ് എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏർലി സ്റ്റേജ്, ആ ഏർലി സ്റ്റേജിനെ പറ്റിയിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് അദ്ദേഹം ഈ ഓട്ടോബയോഗ്രഫിക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം വായിച്ചു കഴിയുമ്പോഴത്തേക്കും ഹൗ മച്ച് സിൻസിയർ ഹി വാസ് എന്നുള്ള കാര്യം, ഹൗ മച്ച് ജെനുവിൻ ഹി വാസ്, ഹൗ മച്ച് സിൻസിയർ ഹി വാസ്, അദ്ദേഹത്തിൻ്റെ ഫിലോസഫീസ് എന്തൊക്കെ, അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചു കൊണ്ടിരുന്നത്, ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ വളരെയധികം നല്ലൊരു ഐഡിയ റീഡേഴ്സിന് കിട്ടും. ഓൾസോ ഇത് വായിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഈ സെയിൻറ്റ് ലൈക്ക് പേഴ്സണാലിറ്റിക്ക് പിന്നിലായിട്ട് വളരെ ഷ്രൂഡായിട്ടുള്ള, വളരെ കുശാഗ്ര ബുദ്ധിയുള്ള, നോർമൽ ലൈഫിലെ ജോബ്സ് ആയിട്ടുള്ള ലോ, അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ്, ഇതൊക്കെ ഏറ്റെടുത്ത് ചെയ്യാനും വേണ്ടി മാത്രം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള അത്രയ്ക്ക് നല്ല ബുദ്ധിശക്തിയുള്ള ഒരു മനുഷ്യനുണ്ട് ഈ സെയിൻറ്റ് ലൈക്ക് പേഴ്സണാലിറ്റിക്ക് പിന്നിൽ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കും. ആ സമയത്താണ് നമുക്ക് ക്ലിയർ ആവുന്നത് ഈ ഡ്യുവൽ ചോയ്സസ് ഉണ്ട്. രണ്ട് ചോയ്സിൽ നിന്നും ഗാന്ധിജി കോൺഷ്യസ് ആയിട്ട് തിരഞ്ഞെടുത്ത ഒരു പാതയായിരുന്നു സ്പിരിച്വൽ പൊളിറ്റിക്കൽ പാത എന്ന് പറയുന്നത്. രണ്ട് ഓപ്ഷൻസും ഗാന്ധിജിക്ക് പിന്നെ ഫ്രണ്ടിലായിട്ട് ഒരേപോലെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഗാന്ധിജി ചൂസ് ചെയ്തത് സ്പിരിച്വൽ ആസ് വെൽ ആസ് പൊളിറ്റിക്കൽ പാത്ത് എന്നുള്ളതാണ്. ജോർജ് ഓർവെൽ ആദ്യമായിട്ട് ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫി വായിച്ചത് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്ത ഒരു സീരിയലൈസ്ഡ് വേർഷൻ ആയിട്ടാണ്. അത് വായിച്ചപ്പോഴത്തേക്കും ജോർജ് ഓർവെൽ വിചാരിച്ചു, റിയൽ ലൈഫിൽ മഹാത്മാഗാന്ധി തന്നെ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല, പോസിറ്റീവ് വേയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി വായിച്ചപ്പം അദ്ദേഹം വളരെയധികം എന്നെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു, ഒരു പോസിറ്റീവ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നോർമലി ഗാന്ധിജീനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോഴത്തേക്കും നമ്മളുടെ മൈൻഡിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണല്ലോ ഈ സ്വന്തം വീട്ടിലെ ചർക്കയിൽ നൂറ്റ് അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ, തുണികൾ മാത്രം ഉപയോഗിക്കുന്നു, പിന്നെ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, ഇറലവൻ്റ് ആയിട്ടുള്ള, അൺഅപ്പീലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളുടെ ജോർജ് ഓർവെലിന് അതിന് മുൻപേ വരെ ഗാന്ധിജിയെ പറ്റിയിട്ട് ഓർക്കുമ്പോൾ മൈൻഡിലേക്ക് വരുന്നുള്ളൂ. പക്ഷെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ ഒരു ചേഞ്ചസ് അദ്ദേഹത്തിൻ്റെ മൈൻഡിലുണ്ട്. പിന്നോക്കം നിൽക്കുന്ന പട്ടിണി പാവങ്ങളായിട്ടുള്ള ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് ഒരു കാരണവശാലും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഗാന്ധിജി പറയുന്നത്. ഗാന്ധിജിയുടെ ഫിലോസഫി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങളാണെന്ന് പൊതുവേ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു.
ഇത്തരത്തിലുള്ള പ്രാക്ടിക്കൽ അല്ലാത്ത പോളിസീസൊക്കെ കാരണം ബ്രിട്ടീഷേഴ്സ് തന്നെ, ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യൽസിൽ ഒരാൾ തന്നെ ഗാന്ധിജിയെ വിളിച്ചുകൊണ്ടിരുന്നത് അവർ മാൻ, ഞങ്ങളുടെ ആൾ, ഗാന്ധിജി ഞങ്ങളുടെ ആളെന്നാണ്. എന്തുകൊണ്ടായിരിക്കാം ഗാന്ധിജി അങ്ങനെ വിളിച്ചത്? ഗാന്ധിജി എപ്പോഴും നോൺ വയലൻസിൻ്റെ ഒരു പാതയിലൂടെ ആ കോൺസെപ്റ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്നത്. അങ്ങനെ നോൺ വയലൻസ് പ്രൊമോട്ട് ചെയ്ത ബ്രിട്ടീഷേഴ്സിന് വലിയ പണിയില്ലല്ലോ, അവർ ഭരിക്കുന്നു. കൊളോണിയൽ റൂളിന് എപ്പോഴും ഹെൽപ്ഫുൾ ആയിട്ട് നിന്നൊരു കാര്യമായിരുന്നു നോൺ വയലൻസ് എന്ന് പറയുന്നത്. അവർക്ക് പ്രത്യേകിച്ച് മോണിറ്ററി ലോസും കാര്യങ്ങളൊന്നുമില്ല, അവർക്ക് ബാക്കിയുള്ളവരെ അടിച്ചമർത്തേണ്ട കാര്യമില്ല, നോൺ വയലൻസ് ആണ്. ഓക്കെ, അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കാണ്ട് സത്യാഗ്രഹം ഇരുന്നിട്ടൊക്കെ പൊക്കോളും. ഈ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ബ്രിട്ടീഷേഴ്സിന്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആളാണ് ഗാന്ധിജി എന്ന് വരെ പറയുന്ന ആ ഒരു എക്സ്റ്റെൻറ്റ് വരെ എത്തിയിരുന്നു കാര്യങ്ങളൊക്കെ. ഇന്ത്യയിലെ മില്യനേഴ്സിൻ്റെ കേസ് എടുത്ത് നോക്കിയാലും കാര്യം വ്യത്യസ്തമൊന്നുമല്ല. അവരും ഗാന്ധിജീനെയാണ് പ്രിഫർ ചെയ്തത്. കാരണം സോഷ്യലിസ്റ്റ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ അവരെല്ലാം അവരുടെ വെൽത്തിനും പ്രിവിലേജസിനും എതിരായിട്ടൊരു ഡയറക്റ്റ് ത്രെറ്റ് തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഗാന്ധിജി ഒരു കാരണവശാലും ഒരു ത്രെറ്റ് അല്ലായിരുന്നു. അദ്ദേഹം സത്യാഗ്രഹ, നോൺ വയലൻസ് ഈ ഒരു പാത്ത് തന്നെ ഫോളോ ചെയ്തുകൊണ്ട് പോയിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ് തന്നെ ചേഞ്ച് ആയത് ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനൊക്കെ ശേഷമാണ്. ബ്രിട്ടീഷ് ഒഫീഷ്യൽസിൻ്റെ ഇടയിൽ തന്നെ ഗാന്ധിജിയെ പറ്റി പറയുമ്പോൾ ഒരു മിക്സഡ് ഫീലിംഗ് ആയിരുന്നു നിലനിന്നുകൊണ്ടിരുന്നത്. എന്താണെന്ന് വെച്ചാൽ തൻ്റെ എനിമി ആണെങ്കിൽ കൂടി ഗാന്ധിജിയെ പറ്റി പറയുമ്പം അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഒരു കറപ്ഷനോ ഒരു വൾഗറായിട്ടുള്ള അംബീഷനോ ഫിയറോ അല്ലെങ്കിൽ മറ്റു പകയോ ഈ കാര്യങ്ങളൊന്നും തന്നെ ഗാന്ധിജിയുടെ ഉള്ളിലുണ്ടായിരുന്നില്ല. നോൺ വയലൻസ് എന്ന് പറയുന്ന തൻ്റെ ആ ഒരു ഫിലോസഫിയെ അത്രത്തോളം മുറുകെ പിടിച്ച് ഏത് അവസരത്തിൽ പോലും വിട്ടുകൊടുക്കാനായിട്ട് നിൽക്കാതെ അത്രത്തോളം ക്ലോസ് ടു മൈ ഹാർട്ട് എന്നുള്ള രീതിയിൽ പിടിച്ചു വച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇത്തരം മോറൽ സ്റ്റാൻഡേർഡ്സ് കാരണം ഒരു ഫിസിക്കൽ കറേജ് തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് യാതൊരുവിധ സെക്യൂരിറ്റി, ഒരു പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം എന്ന് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം ഒരു രാജ്യദ്രോഹിയുടെ തോക്കിന് ഇരയായി മാറുന്നതും. തൻ്റെ ചുറ്റുമുള്ള മനുഷ്യർ ഒരു കാരണവശാലും തന്നെ ദ്രോഹിക്കത്തില്ല എന്ന് ഹ്യൂമാനിറ്റിയിൽ അത്രമാത്രം വിശ്വസിച്ചിരുന്ന ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. മേ ബി അതൊക്കെ കൊണ്ടായിരിക്കാം യാതൊരുവിധ പ്രൊട്ടക്ഷനും വേണ്ടാന്ന് അദ്ദേഹം പറയുകയും അൾട്ടിമേറ്റ്ലി അദ്ദേഹത്തിൻ്റെ മരണം അവിടെ സംഭവിക്കുകയും ചെയ്യുന്നത്. ഇന്ത്യൻ പീപ്പിളിനിടയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഫ്ലോ ആണ് മാനിയാക്കൽ സസ്പീഷ്യസ്നെസ് എന്ന് പറയുന്നത്. എന്താണ് ഇതിന് മീനിങ് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും സംശയത്തിൻ്റെ ഒരു കണ്ണുകൂടെ ബാക്കിയുള്ളവരെ കാണത്തുള്ളൂ. ഇവരെ എന്നെ അപകടപ്പെടുത്താനായിട്ട് വരുവാണോ, ഞാൻ നന്നായിട്ട് പോകുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ലേ, അങ്ങനൊരു സംശയത്തിൻ്റെ കണ്ണിൽ വെച്ചിട്ടേ നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടേ നമ്മളെല്ലാവരെയും നിർത്തത്തുള്ളൂ. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഗാന്ധിജി ഇതുപോലത്തെ ഉള്ള ഫ്ലോസ് ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജിക്ക് പ്രൊട്ടക്ഷൻ വേണ്ട എന്നുള്ള തരത്തിൽ ഗാന്ധിജി നിന്നത്. ഗാന്ധിജി എല്ലാവരെയും വിശ്വസിച്ച ഒരു മനുഷ്യനായിരുന്നു. താൻ സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കാലത്ത് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചപ്പോൾ പോലും ആ ഒരു മുൻവിധിയോടെ മറ്റുള്ളവരെ ജനറലൈസ് ചെയ്ത് കാണുക എന്ന് പറയുന്നൊരു കാര്യം ഗാന്ധിജി ചെയ്തിട്ടേയില്ല. അവിടെയാണ് ഗാന്ധിജി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി മാറുന്നത്. വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നും നോക്കാതെ ഏറ്റവും വലിയ പൊസിഷനിലിരിക്കുന്ന ആളാണെങ്കിലും ഏറ്റവും ചെറിയ പൊസിഷനിലിരിക്കുന്ന ആളാണെങ്കിലും എല്ലാവരും എനിക്ക് ഈക്വലാണ്, എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ് എന്നൊരു മൈൻഡായിരുന്നു ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഡിസ്ക്രിമിനേഷനെതിരായിട്ട് ആക്ടിവിസം കാര്യങ്ങളുമായിട്ടൊക്കെ നടന്ന സമയത്ത് പോലും വളരെ ഹയർ റാങ്കിലുള്ള യൂറോപ്യൻ ഫ്രണ്ട്സൊക്കെ ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. അത് ഈ ക്യാരക്ടറും ക്വാളിറ്റിയും കാരണമായിരുന്നു. According to George Orwell, of course, Gandhiji's autobiography is not a literary masterpiece. പക്ഷേ അദ്ദേഹം എഴുതിയ പല കാര്യങ്ങളും ഒരു കോമൺ മാൻ എന്നുള്ള നിലയിൽ വളരെയധികം പല ആൾക്കാർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഒരു ഹംപിൾ ബിഗിനിങ് ആയിരുന്നു ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. ഒരു നോർമൽ ഇന്ത്യൻ സ്റ്റുഡൻറ്റ്, ആ ഇന്ത്യൻ സ്റ്റുഡൻറ്റിന് പലതരത്തിലുള്ള അംബീഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നോർമൽ ഓരോ ഹൗസ് ഹോൾഡിലും ഉള്ള ഒരു സ്റ്റുഡൻറ്റിന് ഉള്ള തരത്തിലുള്ള അംബീഷൻസ് തന്നെയായിരുന്നു ഗാന്ധിജിക്കും ഉണ്ടായിരുന്നത്. യൂറോപ്യൻ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, അത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക, അങ്ങനെ പല പല കാര്യങ്ങളായിരുന്നു ഗാന്ധിജിയുടെ ഉള്ളിലും പൊയ്ക്കൊണ്ടിരുന്നത്. വളരെ ഹംപിൾ ബിഗിനിങ് ആയിരുന്നു ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്.
അതിൻ്റെ ചില എക്സാമ്പിൾസ് പറയുമായിരുന്നെങ്കിൽ അദ്ദേഹം യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഹാറ്റ് ധരിക്കുകയും യൂറോപ്യൻ മ്യൂസിക് പഠിക്കുകയും വയലിൻ പഠിക്കുകയും ഡാൻസ് ലെസൺസ് എടുക്കുകയും ഫ്രഞ്ചും ലാറ്റിനും പഠിക്കുകയും ഈ കാര്യങ്ങളൊക്കെ പലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനായിട്ട് പ്ലേയിങ് ദ ഇംഗ്ലീഷ് ജെന്റിൽമാൻ എന്ന് പറയുന്ന നമ്മളുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ എടുത്ത് നോക്കിയാൽ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാം. സോ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് റീഡേഴ്സിന് മനസ്സിലാവുന്നത്, ഓക്കെ നമ്മളുടെ ലൈഫും ഗാന്ധിജിയുടെ ലൈഫുമായിട്ട് കുറേ അധികം റിസംബ്ലൻസ് ഉണ്ടല്ലോ, സിമിലാരിറ്റീസ് ഉണ്ടല്ലോ എന്ന് റീഡറിന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ആ വർക്കിന് ഒരു അക്സെപ്റ്റൻസ് കിട്ടിയത്. ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ തലയിൽ എഴുത്ത് പോലുള്ള ഒരു കാര്യമായിരുന്നില്ല ഈ സെയിൻഹുഡ് ഇത്രയും നല്ലൊരു ക്യാരക്ടറിലേക്ക് എത്തുക, നമ്മളെല്ലാവരും വളരെയധികം ആരാധിക്കുന്ന ഒരു മനുഷ്യനാവുക എന്നൊക്കെ പറയുന്നത്. അത് വിധിയല്ലായിരുന്നു. അദ്ദേഹം തന്നെ ഗ്രാജുവലായിട്ട് ഈ പ്രോസസ്സിലൂടെ കടന്നുപോയി ആ ഒരു പൊസിഷനിലേക്ക് എത്തിയതാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഓട്ടോബയോഗ്രഫിക്കകത്ത് പറയുന്നുണ്ട്, അദ്ദേഹം ചെയ്ത പാപങ്ങൾ, സിൻസ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ലൈക്ക് ബ്രോത്തൽ വിസിറ്റ് ചെയ്യുക, മീറ്റ് കഴിക്കുക, മോഷ്ടിക്കുക, സിഗരറ്റ് വലിക്കുക, ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം സിൻസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹവും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഒരു സമയം എത്തിയപ്പോഴത്തേക്കും അദ്ദേഹം തിരുത്തി. ആ ഒരു ചേഞ്ച് എല്ലാവരിലേക്കും എത്തുന്ന ഒരു കാര്യമാണ്, നമുക്കും സാധിക്കും എന്നുള്ള രീതിയിലാണ്. അല്ലാതെ അദ്ദേഹം ജനിച്ചപ്പോഴേ അദ്ദേഹത്തിൻ്റെ വിധി അതായിരുന്നില്ല. തൻ്റെ എഫേർട്ടിലൂടെയാണ് അദ്ദേഹം ഈ നിൽക്കുന്ന ഇപ്പോൾ ഏത് രീതിക്കാണോ നമ്മൾ ആരാധിക്കുന്നത് ആ ഗാന്ധിജിയായിട്ട് അദ്ദേഹം മാറിയത്. ഇറ്റ് വാസ് നോട്ട് എനി കൈൻഡ് ഓഫ് റിലീജിയസ് ഫോഴ്സ് ബട്ട് ഹിസ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഷേപ്ഡ് ഹിസ് ക്യാരക്ടർ. ഗാന്ധിജിയുടെ ക്യാരക്ടറിനെ തന്നെ ഷേപ്പ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആയിരുന്നു, അല്ലാതെ യാതൊരുവിധ റിലീജിയൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടും ആയിരുന്നില്ല. ഒരു 30s ആ ഒരു ഏജിലൊക്കെ അദ്ദേഹത്തിന് താൻ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചൊരു കാര്യമാണ് താൻ എന്താണ് ചെയ്യണമെന്ന് തന്നെ ഒന്ന് അനലൈസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇത് കണ്ടുപിടിച്ചത്. താൻ എന്താണ് ഇനി ചെയ്യേണ്ടത്, തൻ്റെ ഉദ്ദേശം, താൻ ഇവിടെ ജീവിക്കുന്നതിനുള്ള ഉദ്ദേശം എന്താണെന്ന് അദ്ദേഹം തന്നെ കണ്ടെത്തിയതാണ്. അപ്പം ഈ സെയിം കൈൻഡ് ഓഫ് ഇമേജിന് ഉള്ളിൽ തന്നെ അദ്ദേഹത്തിനെ ഒരു നോർമൽ മിഡിൽ ക്ലാസ് ആ ഒരു ക്യാരക്ടറും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ വിർച്വസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഒരു സെയിൻ ലൈക്ക് വിർച്യൂസ് ഉള്ളൊരു മനുഷ്യനാണ് എങ്കിൽ കൂടി ഒരു മിഡിൽ ക്ലാസ് പ്രാക്ടിക്കൽ എബിലിറ്റീസും പോർട്രേ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ ലൈഫ് എടുത്ത് നോക്കിയാൽ യാതൊരുവിധ കാര്യവും അദ്ദേഹം പണ്ട് തൊട്ടേ മോശമായിരുന്നു എന്നിങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യാനും തക്കവണ്ണം യാതൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. പിന്നീട് വരുന്ന ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഓഫ് ഹിസ് ഫിലോസഫീസ്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കുറച്ച് കോൺസെപ്റ്റ്സും കാര്യങ്ങളും ഉണ്ട്. ഇത് എത്രമാത്രം യൂണിവേഴ്സലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എത്രമാത്രം അദ്ദേഹത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. സെൻട്രലിസത്തിനെയും സ്റ്റേറ്റ് സ്പോൺസേർഡ് വയലൻസിനെയും ഒരുപോലെ എതിർത്തിരുന്ന ഗാന്ധിജിയുടെ പല ഫിലോസഫീസും വെസ്റ്റേൺ ലെഫ്റ്റ് വിങ് ഗ്രൂപ്പുകളായിട്ടുള്ള അനാർക്കിസ്റ്റും പെസിഫിസ്റ്റും ഒരുപോലെ സ്വീകരിച്ചിരുന്നു. അനാർക്കിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അരാജകവാദികളും, പെസിഫിസ്റ്റ് എന്ന് പറയുമ്പോൾ യുദ്ധത്തിനെതിരായിട്ട് നിന്നിട്ടുള്ള ആൾക്കാരും. അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരെല്ലാം ഗാന്ധിജിയുടെ ഐഡിയോളജീസ് തങ്ങളുടെ ഐഡിയോളജിയായിട്ടും റിസംബ്ലൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജി നേരത്തെ ബ്രിട്ടീഷേഴ്സും ഇന്ത്യൻ മില്യണേഴ്സും ഗാന്ധിജിയെ എങ്ങനെയാണോ തങ്ങളുടെ ആൾക്കാരെന്ന് കരുതിയത് അതുപോലെ തന്നെ ഇവരും ഗാന്ധിജിയുടെ ഐഡിയോളജീസും ഞങ്ങളുടെ ഐഡിയോളജീസും ഒരുപോലെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ വിട്ടുപോയ ഒരു കാര്യമുണ്ടായിരുന്നു, ഗാന്ധിജിയുടെ സ്പിരിച്വൽ സൈഡ്. ഗാന്ധിജിയുടെ സ്പിരിച്വൽ സൈഡ് എന്താണെന്ന് പറഞ്ഞാൽ റിജക്ഷൻ ഓഫ് മെറ്റീരിയലിസം ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് ഗോഡ്, ബിലീഫ് ഇൻ ഗോഡിനെ വിശ്വസിക്കുക, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തു കളയുക എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു, എന്ന് പറയുന്ന ഒരു ഫിലോസഫി ആയിരുന്നു ഗാന്ധിജി ഫോളോ കൊണ്ടുവന്നിരുന്നത്. പക്ഷേ ഈ വെസ്റ്റേൺ ലെഫ്റ്റ് വിങ് ഗ്രൂപ്പുകൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരുന്നു. പല ആൾക്കാരുടെ കയ്യിലായിട്ട് ചിതറിക്കിടക്കുന്ന പല കാര്യങ്ങൾ, ഹ്യൂമൻ ബീങ്സിന് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം ഒരിടത്തേക്ക് കൊണ്ടുവന്ന് എല്ലാവർക്കും ഈക്വലായിട്ട് വീതിച്ചു കൊടുക്കുക, അവർക്ക് സമാധാനത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കുക. ഇതായിരുന്നു ലെഫ്റ്റ് വിങ് ആയിട്ടുള്ള ഗ്രൂപ്പുകളുടെ മെയിൻ ആയിട്ടുള്ള എയിം. പക്ഷേ ഇവർ കൂട്ടിന് വിളിക്കുന്ന ഗാന്ധിജിയുടെ എയിം എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫേ വേണ്ട,
എപ്പോഴും എല്ലാവരും ഗോഡിൽ തന്നെ വിശ്വസിച്ച് നിൽക്കണം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയായിരുന്നു ഈ ലെഫ്റ്റ് വിങ്ങും. പക്ഷേ ചില അവസരങ്ങളിൽ ഗാന്ധിജി പറയുന്ന ചില ഐഡിയോളജീസ് ഇവരുടെ ഐഡിയോളജി ആയിട്ടുള്ള റിസംബ്ലൻസ് ഉള്ളതുകൊണ്ട് ഗാന്ധിജിയുടെ ഐഡിയോളജീസ് ഞങ്ങളുടെ ഐഡിയോളജീസ് ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ കണ്ണിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മായയായിരുന്നു. അതുപോലെ തന്നെ സ്പിരിച്വൽ ലിബറേഷൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. അല്ലാതെ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ലൈഫ് ഓൺ എർത്ത് ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അദ്ദേഹം ഏത് തരത്തിലുള്ള വ്രതത്തോടു കൂടിയ ജീവിതമാണ് നയിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി എടുത്ത് നോക്കുമ്പം അദ്ദേഹത്തെ ഒരു ആൻറ്റി ഹ്യൂമനിസ്റ്റ് എന്ന് വിളിക്കാനേ നമുക്ക് സാധിക്കുന്നുള്ളൂ എന്നാണ് ജോർജ് ഓർവെൽ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയലിസ്റ്റിക് വേൾഡ്, അതിനകത്ത് വരുന്നത് ഹ്യൂമൻ ബീങ്സിൻ്റെ സന്തോഷമാണെങ്കിലും സഫറിങ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും രണ്ടാമത് മാത്രമാണ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സ്പിരിച്വൽ കൺസേൺസിന് മാത്രമാണ്, അല്ലാതെ ഹ്യൂമൻ ബീയിങ് റിലേറ്റഡ് ആയിട്ടുള്ള യാതൊരുവിധ കാര്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുകയേ ചെയ്യരുത്. അതുകൊണ്ട് തന്നെയാണ് ജോർജ് ഓർവെൽ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയെ ആൻറ്റി ഹ്യൂമനിസ്റ്റ് എന്ന് വിളിച്ചത്. സ്പിരിച്വൽ പ്യൂരിറ്റിക്കാണ് എപ്പോഴും അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്, അല്ലാതെ മെറ്റീരിയലിസ്റ്റിക് വേൾഡിന് വേണ്ടിയിട്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയെ പറ്റിയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാതെ ഒരു പാർഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഈ വെസ്റ്റേൺ ലെഫ്റ്റ് വിങ് ഗ്രൂപ്പിൻ്റെ ഇടയിൽ വന്നത്. അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ മോട്ടിവേഷനെ പറ്റിയിട്ടും സ്പിരിച്വൽ എയിംസിനെ പറ്റിയിട്ടും അവർക്ക് യാതൊരുവിധ ധാരണയുമില്ലായിരുന്നു. കുറച്ച് കാര്യങ്ങൾ ഗാന്ധിജിയുടെ ഐഡിയോളജീസിലെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുടെ ഐഡിയോളജീസുമായിട്ട് റിസംബ്ലൻസ് ഉണ്ട്. ആ ഒരു കാര്യം മാത്രമേ ഇവർക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. തൻ്റെ സ്പിരിച്വൽ എയിം അറ്റൈൻ ചെയ്യാനായിട്ട് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ത്യജിച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണ് സാക്രിഫൈസ് ചെയ്തതെന്നൊന്നും ഇവർക്ക് ആർക്കും അറിയത്തില്ല. ലൈഫിൽ ടൊബാക്കോ യൂസ് ചെയ്യുന്നില്ല, സ്പൈസസ് യൂസ് ചെയ്യുന്നില്ല, യാതൊരു വിധത്തിലുള്ള സെക്ഷൽ ഡിസയർ കാണിക്കുന്നില്ല. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ്, എക്സ്ക്ലൂസീവായിട്ടുള്ള തനിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള യാതൊരുവിധ പേഴ്സണൽ അറ്റാച്ച്മെൻറ്റും മറ്റുള്ള ഒരാളുമായിട്ട് കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ ബീങ്സ്, ഈ ലോകത്തിലുള്ള സകലവിധ ഹ്യൂമൻ ബീങ്സിനെയും ഒരുപോലെ കാണണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി. അതുകൊണ്ട് തന്നെ ഒരാളോടും പ്രത്യേക തരത്തിലുള്ള യാതൊരുവിധ ഒരു അറ്റാച്ച്മെൻറ്റും കാണിക്കുന്നതിനെ അദ്ദേഹം എതിർത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അങ്ങനെ യാതൊരുവിധ അറ്റാച്ച്മെൻറ്റും അദ്ദേഹം കാണിച്ചിട്ടുമില്ലായിരുന്നു. അക്കോർഡിംഗ് ടു ഗാന്ധിജി, ഫ്രണ്ട്ഷിപ്പ് വാസ് എ വെരി ഡേഞ്ചറസ് തിങ്. ഫ്രണ്ട്ഷിപ്പിൻ്റെ ഫലമായിട്ട് ഒരാൾ മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ആ ലോയൽറ്റിയുടെ ഫലമായി ഒരാൾ ഒരു റോങ് ഡൂയിങ്ങിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അദ്ദേഹം യൂണിവേഴ്സൽ ലവിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷേ അദ്ദേഹത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു യൂണിവേഴ്സൽ ലവ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ഹ്യൂമനിസ്റ്റിക് ഒരു ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിമേറ്റ് കണക്ഷൻ, ഒരു ഇൻറ്റിമേറ്റ് പേഴ്സണൽ കണക്ഷൻ ബാക്കിയുള്ളവരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ആ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വളരെയധികം നല്ലതായിട്ട് പെരുമാറിയാലല്ലേ എനിക്ക് ലോകത്തുള്ള ബാക്കി എല്ലാവരുടെ അതേപോലെ പെരുമാറാനായിട്ട് സാധിക്കത്തുള്ളൂ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണത്. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ നല്ലൊരു കണക്ഷൻ അവരുമായിട്ട് ഫോം ചെയ്തിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതാണ് ബേസിക് തിങ്. അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ലവ് നമ്മൾ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇത്തരത്തിൽ എക്സ്ട്രീമായിട്ടുള്ള പല പല കേസസും ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് പല സമയങ്ങളിലായിട്ട് ഗാന്ധിജിയുടെ ഭാര്യയും മക്കളും വയ്യാണ്ടാവുന്നുണ്ട്, മാൽ ന്യൂട്രീഷൻ്റെ ഫലമായിട്ട് വയ്യാണ്ടാവുന്നുണ്ട്. അപ്പം ഡോക്ടർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുവാണ്, ആനിമൽ പ്രൊഡക്ട്സ് കഴിക്കണം, പാല് പോലത്തെ കാര്യങ്ങളൊക്കെ കഴിക്കണം, അങ്ങനെ കഴിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് പറയുമ്പം ഗാന്ധിജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആനിമൽ പ്രൊഡക്ട്സ് കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ തന്നെ സ്റ്റേ ചെയ്യുക, ഇങ്ങനെ തന്നെ മരിക്കുക എന്ന് പറയുന്നതാണ്. അത്രയ്ക്ക് എക്സ്ട്രീമായിട്ടുള്ള ഒരു ഫിലോസഫി, തൻ്റെ ഫിലോസഫീനെ അത്ര ഒരാൾ മരിച്ചാലും, തൻ്റെ മക്കൾ മരിച്ചാലും കുഴപ്പമില്ല, തൻ്റെ ഭാര്യ മരിച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ അങ്ങ് ജീവിക്കാം, തൻ്റെ ഐഡിയോളജീസിനെ മുറുകെ പിടിച്ചിട്ട് ജീവിക്കാം എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ചോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും മരിക്കുക എന്ന് പറയുന്നൊരു ചോയ്സ് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം മോറൽ പ്യൂരിറ്റി എന്ന് പറയുന്നൊരു കാര്യത്തിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. ഇങ്ങനെ ഫിലോസഫിക്കൽ കൺസിസ്റ്റൻസിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് എടുത്തു പറയാൻ പറ്റുമെങ്കിലും എവിടെ പോയി അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ എംപതി, കമ്പാഷൻ, അതൊക്കെ എവിടെ പോയി? അതും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്.
തൻ്റെ ഐഡിയോളജിയിലുള്ള ആ മുറുകെയുള്ള പിടുത്തവും അതുപോലെ തന്നെ കഠിനമായ വ്രതവും കാര്യങ്ങളും ഒക്കെ തൻ്റെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളും ഒക്കെ അദ്ദേഹത്തിൽ നിന്നും എടുത്തു കളയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഹ്യൂമൻ ബീങ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പോ ആ ഒരു പേഴ്സണൽ ബോണ്ടോ ആ ഒരു പേഴ്സണൽ ലോയൽറ്റിയോ അങ്ങനെ ഇമോഷണൽ ബോണ്ടോ ഈ കാര്യങ്ങളൊന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് മോറൽ പ്രിൻസിപ്പിൾസിൽ അദ്ദേഹം കോംപ്രമൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാനായിട്ട് അദ്ദേഹം തയ്യാറുമല്ലായിരുന്നു. ഒരാൾ മനുഷ്യനാവുന്ന എപ്പോഴാണ്? തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമ്പോഴും പെർഫെക്ഷൻ എന്നതിനുപരി ഇമോഷണൽ കണക്ഷനും റിലേഷൻഷിപ്പിനും ഒക്കെ വാല്യൂ കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ തൻ്റെ ഇഷ്ടത്തിനായിട്ട് തൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഒരാൾ മറ്റൊരാളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുമ്പം അയാൾക്ക് വേണ്ടിയിട്ട് തോറ്റു കൊടുക്കുമ്പോഴും ഒക്കെയാണ് ഒരാൾ മനുഷ്യനാവുന്നത്. പക്ഷേ നമ്മളൊരു സന്യാസിയെക്കുറിച്ച് പറയുവാണെങ്കിൽ അവർക്ക് കഠിനമായ വ്രതം കാണും. അവർക്ക് ഹ്യൂമൻ ടു ഹ്യൂമൻ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ വേൾഡ്ലി പ്ലഷറോ മെറ്റീരിയലിസ്റ്റിക് വേൾഡോ ഈ കാര്യങ്ങളൊന്നും അവർക്ക് യാതൊരുവിധ ഇമ്പോർട്ടൻസും ഉള്ള കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബീങ്സിനെ കണക്ട് ചെയ്യുന്ന ജോയ് ആയാലും ഒരു സോറോ ആയാലും പല പല ഇമോഷൻസ് ഉണ്ടല്ലോ, ഈ ഇമോഷൻസോ ഹ്യൂമൻ എക്സിസ്റ്റൻസോ ഒന്നും ഇവർക്ക് മാറ്റർ ആവുന്നതേ അല്ല. അതുകൊണ്ട് നോർമൽ ഹ്യൂമൻ എക്സിസ്റ്റൻസിൽ കണക്കാക്കുന്ന ഒന്നല്ല ഈ സെയിൻറ്റ്ഹുഡ് എന്നൊക്കെ പറയുന്നത്. അപ്പം മോഡേൺ ഏജ് എന്ന് പറയുന്നത് ഈ നോൺ അറ്റാച്ച്മെൻറ്റുമായിട്ട് എന്തോ ഒരു ഫാസിനേഷൻ അവർക്കുണ്ട്. മോഡേൺ ഏജിലുള്ള ആൾക്കാർക്ക് അത്തരത്തിലുള്ളൊരു ഫാസിനേഷൻ ഉണ്ട്. അങ്ങനെ മനുഷ്യന്മാരുമായിട്ടൊരു കണക്ഷൻ ഇല്ലാണ്ട് മാറി ഒരു ഡിറ്റാച്ച്മെൻറ്റിൽ ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു ഹയർ സ്റ്റാറ്റസ് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു ഹയർ അതോറിറ്റിയുമായിട്ടൊരു കണക്ഷൻ കിട്ടുന്നു, ഒരു ഡിവൈൻ കണക്ഷൻ കിട്ടുന്നു എന്നൊക്കെയാണ് അവരുടെ മൈൻഡിൽ കിടക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഹ്യൂമൻ ടു ഹ്യൂമൻ കണക്ഷൻ ഉണ്ടെങ്കിലേ അതിന് നമ്മൾ ജീവിക്കുന്നതിനൊരു വാല്യൂ ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കാം മനുഷ്യരിങ്ങനെ ഡിറ്റാച്ച്മെൻറ്റിനോട് ഫാസിനേറ്റഡ് ആയിട്ട് ജീവിക്കുന്നത്? അവർ ചിലപ്പം ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും മറക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഡിറ്റാച്ച്മെൻറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് ലവ് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പെയിൻ ഉണ്ടെങ്കിൽ, ലവ് റിലേറ്റഡ് ആയിട്ട് ബോത്ത് സെക്ഷൽ ആൻഡ് നോൺ സെക്ഷൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം മറക്കാനും അതിൽ നിന്ന് എസ്കേപ്പ് ആവാനും വേണ്ടിയിട്ടാണ് ആൾക്കാരിങ്ങനെ നോൺ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ക്ലോസ് റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ റിജക്റ്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് തന്നെ അറിയാം റിലേഷൻഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അവരുടെ വൾണറബിലിറ്റി അവരിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് അവർ ഈ നോൺ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന ഒരു രീതിക്ക് മാറുന്നത്. ഗാന്ധിജിയെ അഡ്മയർ ചെയ്യുന്ന പല ആൾക്കാരോടും രണ്ട് ഓപ്ഷൻ കൊടുക്കുവാണ്. ഒന്ന്, ഫുള്ളി ഗാന്ധിജിയുടെ പോലെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ഹ്യൂമൻ ബീങ്സുമായിട്ട് യാതൊരുവിധ കണക്ഷനും ഇല്ല, ഒറ്റയ്ക്ക് താമസിക്കണം, എല്ലാവരും ഒരുപോലെ കാണണം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നോ നിങ്ങളുടെ ലവർ എന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ. രണ്ടാമത്തെ ചോയ്സ് എന്ന് പറഞ്ഞാൽ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ പറ്റുന്ന ഹ്യൂമൻ ടു ഹ്യൂമൻ റിലേഷൻഷിപ്പിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മളെല്ലാം ജീവിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം. ഇത് രണ്ട് ചോയ്സ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ചൂസ് ചെയ്യുന്ന, മെജോറിറ്റിയും ചൂസ് ചെയ്യുന്നത് എന്തായാലും ഈ ഇംപെർഫെക്ഷനോട് കൂടിയ ഒരു ജീവിതമാണ്. അവർക്ക് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു നോർമൽ ലൈഫ് സ്റ്റൈൽ തന്നെ ഫോളോ ചെയ്യാനാണ് താല്പര്യം. അതിനകത്ത് ഇംപെർഫെക്ഷൻസ് കാണും, എറേഴ്സ് കാണും, ജോയ് കാണും, സോറോ കാണും, ഹ്യൂമൻ ഇമോഷൻസ് കാണും, പല കാര്യങ്ങൾ കാണും. അതാണ് അവർക്ക് ആവശ്യം. ഇനി പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗാന്ധിജി ഒരു കാരണവശാലും ഒരു ടൈമിൽ പോലും തൻ്റെ സത്യാഗ്രഹ എന്ന് പറയുന്ന മാർഗത്തിനെ പാസീവ് റെസിസ്റ്റൻസ് എന്ന് വിളിച്ച് തരം താഴ്ത്തിയിട്ടില്ല. അതെപ്പോഴും ആക്റ്റീവ് റെസിസ്റ്റൻസ് തന്നെയായിരുന്നു. കാരണം പാസീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വീക്കായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഗാന്ധിജി പറയുന്നത് ഞങ്ങളുടേത് ആക്റ്റീവ് റെസിസ്റ്റൻസ് തന്നെയായിരുന്നു. തൻ്റെ എതിരാളിക്ക് ഫിസിക്കലി ഒരു ഹാം വരുത്താത്ത തരത്തിൽ ഞങ്ങളുടെ രീതിക്ക് തന്നെ ഞങ്ങൾ എതിർക്കുന്നു. നിങ്ങൾ എന്താണോ ഞങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് അതിനെ ഞങ്ങൾ എതിർക്കുവാണെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കുന്നു, ആക്റ്റീവായിട്ട് തന്നെ എതിർക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഹാമും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിൻ്റെ മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുക, അല്ലെങ്കിൽ പോലീസ് ബ്രൂട്ടാലിറ്റീനെ അതുപോലെ തന്നെ എന്തുമാത്രം ടോർച്ചർ ആണെങ്കിലും അത് സഹിക്കുക, സിവിൽ ഡിസൊബീഡിയൻസ്, സ്ട്രൈക്ക്, ഈ കാര്യങ്ങളൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മാർഗം എന്ന് പറയുന്നത്.
അപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു കാര്യം ഫോളോ ചെയ്യാനായിരുന്നു ഗാന്ധിജി ശ്രമിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഗാന്ധിജി വരെ ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ടായിരുന്നു, ഒരു വാറിൻ്റെ കേസ് വരുവാണെങ്കിൽ രണ്ട് പക്ഷത്തിലും ചേരാതെ ന്യൂട്രലായിട്ട് നിൽക്കുന്നതിന് പകരം ഒരു സൈഡ്, എന്തായാലും നിങ്ങൾ ഒരു സൈഡിലാണ് സത്യം, ഒരു സൈഡിലാണ് ശരി എന്നുള്ള കാര്യം നിങ്ങൾ ഉറക്കെ പറയണം, നിങ്ങൾ ആ സൈഡ് പിടിക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ വാറിൻ്റെ കേസിൽ ഒരു കാരണവശാലും നിങ്ങൾ ന്യൂട്രലായിട്ട് നിൽക്കരുത്. ഈ പറയുന്ന ഗാന്ധിജി ആണെങ്കിൽ തന്നെ വേൾഡ് വാർ 1 സമയത്ത് ബ്രിട്ടീഷിൻ്റെ സ്ട്രെച്ചർ ബെയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗാന്ധിജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ടു ഫൈൻഡ് സൊല്യൂഷനാണ്. അതിൻ്റെ മെത്തേഡ് എപ്പോഴും നോൺ വയലൻസും ആയിരിക്കണം. സിറ്റുവേഷൻ അനുസരിച്ച് എത്ര എക്സ്ട്രീം ലെവലിലുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നോൺ വയലൻസ് എന്ന് പറയുന്നൊരു പാത നിങ്ങൾ കൈവിട്ട് കളയരുത്. ഇത് കഴിഞ്ഞിട്ട് പറയുന്നത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂയെ പറ്റിയിട്ടാണ്. ലൂയിസ് ഫിഷർ തൻ്റെ ഇൻ്റർവ്യൂവിൽ ഗാന്ധിജിയോട് ഒരു ചോദ്യം ചോദിച്ചു. ഗാന്ധിജിയുടെ ഫിലോസഫി എങ്ങനെയാണ് നാസി പെർസിക്യൂഷനിലുള്ള ജ്യൂസിൻ്റെ കാര്യത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഇതിന് മറുപടിയായിട്ട് ഗാന്ധിജി എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഗാന്ധിജിയുടെ പോളിസി അനുസരിച്ചാണെങ്കിൽ ഹിറ്റ്ലറിൻ്റെ ബ്രൂട്ടാലിറ്റിനെ പറ്റിയിട്ട് വേൾഡ് മുഴുവൻ അറിയാനായിട്ട് കൂട്ടമായിട്ട് ഒരു ആത്മഹത്യയാണ് ഞാൻ ജ്യൂസിന് സജസ്റ്റ് ചെയ്യുന്നത് എന്നാണ്. നോൺ വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ ഹിറ്റ്ലറിനെതിരെ ഒന്നും തന്നെ ചെയ്യാതെ, ഒരു വയലൻസ് കാണിക്കാതെ നോൺ വയലൻസ് എന്നുള്ള കാര്യം ഫോളോ ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരും കൂട്ടമായിട്ട് സൂയിസൈഡ് ചെയ്യൂ. അങ്ങനെ ഈ സൂയിസൈഡിൻ്റെ ഫലമായിട്ട് നാട്ടിലുള്ള എല്ലാവരും അറിയും, വേൾഡ് വൈഡ് എല്ലാവരും അറിയും, ഇതാണ് ഹിറ്റ്ലർ ജർമ്മനിയിൽ കാണിക്കുന്നത്, ഇതാണ് ഹിറ്റ്ലർ ജ്യൂസിനെതിരായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് എല്ലാവരും അറിയും എന്നാണ് മഹാത്മാഗാന്ധി അന്ന് പറഞ്ഞത്. ഇത് വളരെയധികം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഹോളോകാസ്റ്റിന് ശേഷം തൻ്റെ പോയിന്റിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ഗാന്ധിജി എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, എന്തായാലും ഇത്രയും പേര് മരിച്ചു, അത് ഒരു പക്ഷേ അവർ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു സെൽഫ് സാക്രിഫൈസ് പോലെ അവർ ചെയ്തിരുന്നെങ്കിൽ മറ്റൊരു ഫലമായിരുന്നതിനെ കാണിക്കുന്നത്. എന്തായാലും മരണമായിരുന്നു അവസാനം, പക്ഷെ ഒരു ഡീപ്പർ മീനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ മരിച്ചില്ലല്ലോ എന്നാണ്. അങ്ങനെ മരിച്ചിരുന്നെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1942 ഒരു ജാപ്പനീസ് ഇൻവേഷൻ ഇന്ത്യ പേടിച്ചിരുന്ന ആ ഒരു സമയത്ത് ഗാന്ധിജി പറഞ്ഞതെന്ന് വെച്ചാൽ, നോൺ വയലൻസ് തന്നെ ഫോളോ ചെയ്യൂ എന്നാണ്. നോൺ വയലൻസ് ഫോളോ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് കുറേ പേര് മരിച്ച് വീഴും, ബട്ട് സ്റ്റിൽ നോൺ വയലൻസ് ആണല്ലോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നൊരു കാര്യം, അതിലൂടെ നിങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുമെന്ന് ഗാന്ധിജി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗാന്ധിജിക്ക് അറിയാം ഒരുപാട് പേര് മരിച്ചു വീഴും, നമ്മളായിട്ട് വയലൻസ് എടുത്തില്ല എങ്കിൽ കൂടി ഒരുപാട് പേര് മരിച്ചു വീഴും. അപ്പം തൻ്റെ മോറൽ എയിമിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഹ്യൂമൻ ലൈഫ്സിന് യാതൊരുവിധ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത തരത്തിലുള്ള കുറച്ചധികം പ്രിൻസിപ്പിൾസ് ആയിരുന്നു മഹാത്മാഗാന്ധി ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊരു ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഗാന്ധിജി ഇത്തരത്തിലുള്ള കുറച്ച് കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക? അതെന്താണെന്ന് വെച്ചാൽ, ഗാന്ധിജി ജീവിച്ച ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കൊളോണിയൽ വേൾഡ് ആയിരുന്നു. ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൻ്റെ സമയത്തായിരുന്നു ഗാന്ധിജി തൻ്റെ നോൺ വയലൻസുമായിട്ട് മുന്നോട്ട് വന്നത്. ബ്രിട്ടീഷേഴ്സിന് എന്തൊക്കെ ഫ്ലോസ് ഉണ്ടെന്ന് പറഞ്ഞാലും എപ്പോഴും അവരെ എതിർക്കുന്നവരാണെങ്കിൽ കൂടി അവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ടൊരു സ്പേസ് ബ്രിട്ടീഷേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അത്തരമൊരു കാലഘട്ടത്തിൽ ജീവിച്ചു വളർന്നത് കൊണ്ടായിരിക്കാം ഗാന്ധിജിയുടെ മനസ്സിൽ ആദ്യമേ എത്തുന്നത് നോൺ വയലൻസ് ഇസ് ഓക്കെ, നോൺ വയലൻസിലൂടെയുള്ളൊരു പ്രൊട്ടസ്റ്റ് ആണെങ്കിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നേടിയെടുക്കാം എന്നാണ്. പക്ഷേ ഒരു ടോട്ടാലിറ്റേറിയൻ ഗവൺമെൻറ്റിനുള്ളിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അവിടുത്തെ സബ്ജക്ട്സ് ഇതേപോലെ പ്രൊട്ടസ്റ്റിന്, നോൺ വയലൻസ് ആണെങ്കിലും പ്രൊട്ടസ്റ്റിന് ഇറങ്ങുവാണെങ്കിൽ അവരെ കൂട്ടമായിട്ട് കൊല്ലുക എന്ന് പറയുന്ന രീതിയിലേക്കാണ് പിന്നീട് കാര്യങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിലാണെങ്കിൽ അങ്ങനെ ഇല്ലായിരുന്നു, അവരെപ്പോഴും സ്പേസ് തരുമായിരുന്നു. ടോട്ടാലിറ്റേറിയൻ ഗവൺമെൻറ്റിൽ അങ്ങനെയൊന്നുമില്ല. അവർക്കെതിരെ സംസാരിക്കുകയാണെങ്കിൽ അവരെ സപ്രസ് ചെയ്യുക, അവരെ കൊല്ലുക, അവരെ മാക്സിമം ടോർച്ചർ ചെയ്യുക എന്ന് പറയുന്ന കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഫലമായിട്ടാണ് ഗാന്ധിജി ഇത്തരത്തിലുള്ള കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ പറഞ്ഞത്. വിത്ത് ദ സപ്പോർട്ട് ഓഫ് മീഡിയ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ പബ്ലിക്കായിട്ട് കാണിച്ച് പബ്ലിസൈസ് ചെയ്ത് അതിന് പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കിട്ടുക എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിലായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ എല്ലാ കേസിലും അത് നടക്കത്തില്ല. അത് ഗാന്ധിജി വിട്ടുപോയ ഒരു കാര്യമാണ്.
തങ്ങൾക്കെതിരെ വോയിസ് റേസ് ചെയ്യുന്ന ആരാണെങ്കിലും, അത് തങ്ങളുടെ സ്വന്തം സബ്ജക്ട്സ് ആണെങ്കിൽ കൂടി ദേ ഡോണ്ട് ഈവൻ കെയർ. അത് എന്തോ ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഞങ്ങൾക്കെതിരെയാണ് നിങ്ങൾ വോയിസ് റേസ് ചെയ്യുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സപ്രസ് ചെയ്യും. നിങ്ങൾ എത്ര ആൾക്കാർ മരിച്ചു വീണാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന ടോട്ടാലിറ്റേറിയൻ ഗവൺമെൻറ്റിനെതിരെ, അതുകൊണ്ട് തന്നെ നോൺ വയലൻസ് വെച്ചിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ ഇതൊന്നും വില പോവില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഡൊമസ്റ്റിക് ഇഷ്യൂസൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പം നോൺ വയലൻസ് വെച്ചിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ ചിലപ്പം ഫലം കണ്ടേക്കാം. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ആൻ ഇൻ്റർനാഷണൽ ഇഷ്യൂ, അത് നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന ആൾ എങ്ങനെയുണ്ട് എന്നതനുസരിച്ചിരിക്കും. നേരത്തെ പറഞ്ഞല്ലോ, ബ്രിട്ടീഷ് കോളനി ആയിരുന്ന സമയത്ത്, ഇന്ത്യ ബ്രിട്ടീഷ് കോളനി ആയിരുന്ന സമയത്ത് ബ്രിട്ടീഷേഴ്സ് ഇതിനെല്ലാം സമ്മതിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഇല്ല, എന്തെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ട ഉടനെ കൊല്ലുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ബ്രിട്ടീഷേഴ്സ് അങ്ങനെ ഒരു സ്പേസ് തന്നെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്പേസ് തന്നപ്പോഴാണ് നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തത്. കുറച്ച് അവർക്കെതിരെയാണ് സംസാരിക്കുന്നത് എങ്കിൽ കൂടി ആദ്യമൊക്കെ അവരങ്ങ് കണ്ണടച്ച് തന്നുകൊണ്ടാണ് നമ്മൾ കുറച്ചധികം നമ്മളുടെ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ നമ്മളെ ഒന്നിനും സമ്മതിക്കാത്ത ഒരാളാണ് നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നതെങ്കിൽ നമ്മളെപ്പോഴും അവരുടെ സർവൈലൻസിൻ്റെ കീഴിലായിരിക്കും. നമ്മളെപ്പോഴും അവരിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമുക്ക് അവർക്കെതിരെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. നമ്മളുടെ യാതൊരുവിധ പ്രൊട്ടസ്റ്റും അവിടെ നടക്കുന്നതുമല്ല. ബട്ട് റൈറ്റ് നൗ ഇൻ ദിസ് മോഡേൺ വേൾഡ് വി ആർ എക്സ്പെക്ടിങ് എ ന്യൂക്ലിയർ വാർ. ഒരു ന്യൂക്ലിയർ വാറാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിനെ നമുക്ക് തടുക്കാനായിട്ട് ചിലപ്പം ഗാന്ധിജിയുടെ നോൺ വയലൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആയിരിക്കാം ഒരു മാസ് ഡിസ്ട്രക്ഷൻ എടുത്ത് കളഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഫലം കാണുന്നത്. നമുക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ വേണ്ട എന്ന് കരുതിയ കാര്യമായിരിക്കാം നമുക്ക് ഹെൽപ്പായിട്ട് മാറുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഗാന്ധിജി ഇപ്പോൾ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞല്ലോ. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി വളരെ ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. ഗാന്ധിജിയുടെ മനസ്സിൽ എന്താണോ വന്നത്, തൻ്റെ ഐഡിയോളജിയിലുള്ള പ്രശ്നം എന്നുള്ള രീതിയിൽ പലരും തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധ്യതയില്ലാത്ത പല ക്വസ്റ്റ്യൻസും ഗാന്ധിജി അതിനെ ക്വസ്റ്റ്യനായിട്ട് തന്നെ എടുത്തിട്ട് തൻ്റെ ഐഡിയോളജി ഇങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് അതിനുള്ള കറക്റ്റ് റെസ്പോൺസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും തനിക്ക് നേരെ വരുന്ന ചോദ്യത്തിനെ ഫേസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാറില്ല. ഗാന്ധിജി അത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. ഗാന്ധിജിയെ ക്രിട്ടിസൈസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശമുള്ള ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഗാന്ധിജി ഇത്രയൊക്കെ ചെയ്തിട്ടും കമ്മ്യൂണൽ വയലൻസ് ഇന്ത്യയിൽ ഉണ്ടായല്ലോ, നോൺ വയലൻസ് എന്നുള്ള പ്രൊട്ടസ്റ്റിൻ്റെ മാർഗം ഗാന്ധിജി ചൂസ് ചെയ്തിട്ടും അവിടെ ഒന്നും നടക്കാണ്ട് പോയല്ലോ എന്ന്. അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ, ഗാന്ധിജി നോൺ വയലൻസ് വെച്ചിട്ടുള്ള പ്രൊട്ടസ്റ്റ് ചൂസ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലാതെ മറ്റൊരു കാര്യത്തിനുമായിരുന്നില്ല. അപ്പം ആ നോൺ വയലൻസിലൂടെ ഗാന്ധിജി ആ കാര്യം നേടിയെടുക്കുക തന്നെയാണ് ചെയ്തത്. കമ്മ്യൂണൽ വയലൻസ് അതിന് ശേഷമായിട്ടാണ് വന്നത്. മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യയെ ഫ്രീ ആക്കുക എന്നുള്ളതാണ്. ഇന്ത്യക്ക് ആ ലിബർട്ടി വാങ്ങിച്ചു കൊടുത്തത് ഈ നോൺ വയലൻസിലൂടെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കമ്മ്യൂണൽ വയലൻസ് എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ട് കോസ് ഒരിക്കലും നോൺ വയലൻസോ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല. ഗാന്ധിജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ആയിരുന്നില്ല. പകരം അത് ഹിസ്റ്റോറിക്കലും പൊളിറ്റിക്കലും സോഷ്യലുമായിട്ടുള്ള ടെൻഷൻസിൻ്റെ ഫലമായിട്ട് വന്നതാണ്. അതിന് ഒരുപാട് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. എന്തുകൊണ്ടാണത് വന്നതെന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ കാരണങ്ങളുണ്ട്. അത് ഒരു കാരണവശാലും ഗാന്ധിജി കൊണ്ടുവന്ന ഒരു കാര്യമായിരുന്നില്ല. ഗാന്ധിജി എന്തിനെയാണോ എതിർത്തത് അത് ബ്രിട്ടീഷ് കൊളോണിയൽ റൂളായിരുന്നു. അത് തുടച്ചു മാറ്റാനായിട്ട് ഗാന്ധിജിക്ക് സാധിക്കുകയും ചെയ്തു. ഓൾസോ ഓർവെൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സെയിൻഹുഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ഹ്യൂമൻ ബീങ്സിന് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ബീങ് എ സെയിൻറ്റ് എന്ന് പറയുന്ന കാര്യം ഒരു കാരണവശാലും ജോർജ് ഓർവെൽ പറയുന്നില്ല. ആ ഒരു കോൺസെപ്റ്റ് തന്നെ അദ്ദേഹം റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ആദ്യമേ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഗാന്ധിജിയുടെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എപ്പോഴും ആൻറ്റി ഹ്യൂമൻ തന്നെയായിരുന്നു. ഹ്യൂമൻ ബീങ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യാതെ ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ തനിക്ക് അടുത്തുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ സോറോ അവരുടെ ഇതിനെ ഒന്നും പ്രയോറിറ്റൈസ് ചെയ്യാതെ വേൾഡ്ലി കൺസേൺസിന് യാതൊരുവിധ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മളുടെ മോറൽ സൈഡ് മാത്രം നന്നായിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഗാന്ധിജി ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷേ
കോണ്ടംപററി പൊളിറ്റിക്കൽ ഫിഗേഴ്സിൽ നിന്നും ഗാന്ധിജിയെ മാറ്റി നിർത്തുന്ന എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കറപ്ഷനോ അത്തരം കാര്യങ്ങളൊന്നുമില്ല. പൊളിറ്റിക്സിൽ പ്രശ്നമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ഗാന്ധിജി ചെയ്തിട്ടേ ഇല്ല. അവിടെയാണെങ്കിൽ കൂടി ഡിസോണസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പൊളിറ്റിക്സിൽ കൂടി ഗാന്ധിജി ഒരു തരത്തിലും ഒരു ക്രൈമോ അല്ല ഒരു കറപ്ഷനോ വേണ്ടാത്ത യാതൊരുവിധ ക്യാരക്ടേഴ്സും ഗാന്ധിജി അവിടെ കാണിച്ചിട്ടില്ല. അതാണ് ഗാന്ധിജിയെ മറ്റുള്ളവരിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് വളരെ നല്ലൊരു വ്യക്തിയായിട്ട് കാണുന്നത്.